ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദിവസത്തിലെ നമ്മുടെ വായന ഭാഗം പുറപ്പാട് പുസ്തകം 22 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം ഉൽപ്പത്തി പുസ്തകം 25 അധ്യായം 27 വാക്യം. ഏശാവ് വേട്ടയിൽ സമർത്ഥനും വനസഞ്ചാരിയും ആയിരുന്നു. ഇസഹാക്കിൻ്റെയും റിബേക്കായുടെയും ഇരട്ടക്കുട്ടികളിൽ ആദ്യം പിറന്നവനായിരുന്നു ഏശാവ്. ഇവർക്ക് ഏറെ നാൾ സന്താനഭാഗ്യം ഉണ്ടാകാതിരുന്നതിനാൽ ഇസഹാക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ റിബേക്ക ഗർഭം ധരിച്ച് ഇരട്ട ആൺകുട്ടികൾക്ക് ജന്മം നൽകിയെന്ന് നമ്മൾ വായിക്കുന്നു. ഏശാവ് ജനിച്ചപ്പോൾ അവൻ്റെ ശരീരം ചുവന്നതും രോമാവൃതവും ആയിരുന്നു എന്ന് നമ്മൾ കാണുന്നു. യാക്കോബ് ഉണ്ടാക്കിയ പായസത്തിന് ചുവന്ന നിറമായിരുന്നു. അതുകൊണ്ട് എദോം എന്ന പേരു നൽകിയെന്നും ഉൽപ്പത്തി പുസ്തകം 25 അധ്യായം 30 വാക്യത്തിൽ കാണുന്നു. ഏശാവ് വേട്ടയിൽ സമർത്ഥനും വനസഞ്ചാരിയും ആയിരുന്നു. ഏശാവ് ദേശാന്തരഗാമിയും മൃഗങ്ങളെ വേട്ടയാടി ഉപജീവനം നടത്തുന്നവനും ആയിരുന്നുവെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇസഹാക്കിൻ്റെ 60 വയസ്സിലാണ് തനിക്ക് മക്കൾ ജനിക്കുന്നത്. ഏശാവിൻ്റെ വേട്ടയിറച്ചിയുടെ രുചി ഇസഹാക്കിന് വളരെയധികം ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അവനെ ഏറെ സ്നേഹിച്ചു എന്ന് വേദപുസ്തകത്തിൽ നാം വായിക്കുന്നു. ഏശാവ് അഭക്തനായിരുന്നു എന്ന് എബ്രായ ലേഖനകർത്താവ് എബ്രായർക്ക് എഴുതിയ ലേഖനം 12 അധ്യായം 16 വാക്യത്തിൽ പറയുന്നു. അതിനാൽ അവൻ്റെ ഭവനത്തിൽ നിലനിന്നിരുന്ന വിശ്വാസം, ഉന്നത ലക്ഷ്യം ഇവയിൽ നിന്നെല്ലാം അന്യപ്പെട്ട ഒരു ജീവിതമായിരുന്നു ഏശാവ് നയിച്ചിരുന്നത്. ഏശാവിൻ്റെ ജീവിതത്തിൽ നിന്നും ചില പ്രത്യേകതകൾ ഈ പകൽക്കാലം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. ഒന്നാമതായിട്ട്, ജീവിത മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടു. ജ്യേഷ്ഠ അവകാശം എന്ന ഉന്നത പദവി സംരക്ഷിക്കാതെ അത് അലക്ഷ്യമാക്കി കളഞ്ഞു. അത് നിസ്സാരമായി കണക്കാക്കിയത് ഏശാവിൻ്റെ ദൗർബല്യമായാണ് കരുതപ്പെടുന്നത്. ഭക്ഷണപ്രിയം അത് ജഡത്തിൻ്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു വികാരമായിരുന്നു. ഇങ്ങനെയുള്ള സ്വഭാവക്കാരെക്കുറിച്ച് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3 അധ്യായത്തിൻ്റെ 19 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അവരുടെ അവസാനം നാശം, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. നേതൃത്വത്തിന് ചേർന്നതായ ആത്മീക ദർശനം അവനിൽ ഇല്ലായിരുന്നു എന്ന് മനസ്സിലാക്കാം. അധാർമികമായി എബ്രായ ലേഖനകർത്താവ് വിവരിക്കുന്നു. ഇവിടെ അനുതപിക്കുവാൻ അവസരം ലഭിച്ചിരുന്നെങ്കിൽ അവനും അനുഗ്രഹം ലഭിക്കുമായിരുന്നു എന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം 12 അധ്യായം 16 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ കാണപ്പെടുന്നു. എന്നാൽ പിതാവിൻ്റെ ഹിതത്തിന് എതിരായി ഏശാവ് ഹിത്യ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതായിട്ട് കാണാം. അങ്ങനെ വിജാതീയരുമായുള്ള ബന്ധം വംശശുദ്ധിയെ ബാധിക്കുമെന്ന് ദൈവം ഒരു മുന്നറിയിപ്പും നൽകുന്നുണ്ട്. തൻ്റെ അപ്പൻ്റെ പ്രീതി നേടുവാനായി ഏശാവ് പോയി അബ്രഹാമിൻ്റെ മകനായ ഇസ്മായേലിൻ്റെ മകളെ മൂന്നാമതും വിവാഹം കഴിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിലൂടെ തൻ്റെ പൂർവ്വ കുടുംബങ്ങളെ മാറ്റി നിർത്തുകയും ചെയ്യുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ജീവിത മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിൽ ഏശാവിന് പരാജയം സംഭവിച്ചു എന്നതാണ്. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് അനുരഞ്ജനത്തിൻ്റെ അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്ന ഒരു ഏശാവിനെയാണ്. അപ്പ എന്നെയും കൂടെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് അപ്പൻ്റെ സന്നിധിയിൽ പൊട്ടിക്കരയുന്ന ഏശാവിനെ ഉൽപ്പത്തി പുസ്തകം 27 38 വാക്യത്തിൽ നമ്മൾ കാണുന്നു. ഇവിടെ തൻ്റെ തൊഴിലിന് തക്ക അനുഗ്രഹം തൻ്റെ പിതാവ് അവന് നൽകുന്നുണ്ട്. ഏശാവ് യാക്കോബിനോട് കാണിച്ച അതിരു കവിഞ്ഞ ഔദാര്യവും അനുരഞ്ജനവും ഒക്കെ പ്രശംസനീയമാണ്. ഏശാവ് ഓടി വന്ന് അവനെ എതിരേറ്റു, ആലിംഗനം ചെയ്തു, അവൻ്റെ കഴുത്തിൽ വീണ് അവനെ ചുംബിച്ചു. 2 പേരും കരഞ്ഞു. ഏശാവ് തുറന്ന മനസ്സോടെ യാക്കോബിനോട് ക്ഷമ കാണിക്കുന്നു. ജീവൻ്റെ സമൃദ്ധി ഏവർക്കും അനുഭവവേദ്യമാകണമെന്ന് ഏശാവിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ഇസ്മായേലിനെ പോലെ ഏശാവും അനുഗ്രഹീതനാണ്. യാക്കോബിനെ പോലെ ഏശാവിൻ്റെ വംശവും ഒരു ജനതയായി വികസിക്കും. ഒരു ജനത
തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മറ്റേത് ഇവിടെ ഉപേക്ഷിക്കപ്പെടുന്നില്ല. മറിച്ച് ഇതര മതസ്ഥരോടും മറ്റു ജനതകളോടും സ്വഭാവം പുലർത്തണമെന്ന് ഏശാവിൻ്റെ ജീവിതം നമ്മോട് പറയുന്നു. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: കർത്താവെ, ജീവിത മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും ഇതര മതസ്ഥരോടും ദൈവസ്നേഹം പുലർത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.